അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. എല്ലാ ടേംസും നമ്മൾ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 ടേംസ് ഉണ്ട്. ഞാനിവിടെ ബോക്സിൽ അത് വരച്ച് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അസറ്റ്, എക്സ്പെൻസ്, ലൈബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അറിയാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് കാണണം. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ വാല്യൂ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെന്ന് പറയും, അസറ്റ് എന്ന് പറയും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാഷ് ഇരിപ്പുണ്ട്, കുറച്ച് ക്യാഷ് എന്ന് പറയുന്നത് വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അതിനെ ഞാൻ എന്തെന്ന് പറയും, അസറ്റ് എന്ന് പറയും. എൻ്റെ കയ്യിൽ കുറച്ച് ഫർണിച്ചേഴ്സ് ഇരിപ്പുണ്ട്, അതെന്താണ്, അസറ്റാണ്. അത്രയേ ഉള്ളൂ അസറ്റ്. ഇനി എന്താണ് എക്സ്പെൻസ്? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ചിലവുകൾ, ഒരുപാട് ചിലവ് നമുക്ക് എന്ത് ചെയ്യും, ബിസിനസ് നടത്തിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് വരും. നമ്മുടെ കമ്പനിയിൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ സ്റ്റാഫിന് എന്ത് കൊടുക്കണം, സാലറി കൊടുക്കണം. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിലവാണ്, ഒരു എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ വാടക കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള വ്യാഖ്യാനം എന്താണ്, ബാധ്യത എന്നാണ്. അതായത് നമ്മൾ ഒരു ലോൺ എടുക്കുന്നു ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു ലൈബിലിറ്റിയാണ്. കാരണം ഞാനത് തിരിച്ചെന്ത് ചെയ്യണം, കൃത്യമായിട്ട് അടയ്ക്കണം. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങുന്നു, അതെന്താണ്, ഒരു ലൈബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഇൻകം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എന്താണ്, ഇൻകമാണ്. നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും, അല്ല പൈസ കിട്ടും. ആ പൈസ എന്ന് പറയുന്നത് എന്താണ്, ഇൻകമാണ്. നമുക്ക് വാടക കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകമാണ്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷ്, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്, ഇവിടെ കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ആദ്യത്തേത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷ് എന്ന് പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിലേക്കുള്ള ഒരു കാര്യമാണ് ക്യാഷ് എന്ന് പറയുന്നത്. ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ടേംസ് എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അത് എന്താണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ അത് എന്ത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു എന്ന് പഠിക്കണം. അതായത് ഞാനിവിടെ ബോക്സിൽ വരച്ച് വെച്ചിരിക്കുന്ന 5 സംഗതികളുണ്ട്. നമ്മൾ എന്ത് ഒരു ടേം എടുത്ത് നോക്കിയാലും അത് ഈ 5 ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് പഠിക്കുകയും വേണം. ഈ 5 ഏതാണ് അത് കാറ്റഗറി എന്ന് പഠിക്കുകയും വേണം. അപ്പോൾ ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അസറ്റാണ്. അപ്പോൾ ക്യാഷിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, പൈസയാണ്, നമുക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞു. ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ ബാങ്കിൽ ഉള്ളത് എന്താണ്, പൈസയാണ്. ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു അസറ്റ് തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിളായിട്ട് നമുക്കത് പഠിക്കാം. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമറുടെ പേര് അനിൽ എന്നാണ്. അപ്പോൾ ഈ അനിലിന് ഞാൻ എന്ത് ചെയ്തു, ഒരു 1,00,000 രൂപയുടെ സാധനം, 1,00,000 രൂപയുടെ സാധനം ഞാൻ എന്ത് ചെയ്തു, വിൽക്കുന്നു. അപ്പോൾ വിറ്റ സമയത്ത് അനിലിൻ്റെ കയ്യിൽ തരാനായിട്ട് ക്യാഷ് ഇല്ല. അപ്പോൾ അനിൽ കടം പറയുന്നു. അപ്പോൾ ഇവിടെ കടത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധനം വിൽക്കുന്നത്. അപ്പോൾ കടത്തിന് വിൽക്കുമ്പോൾ അനിൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ബിസിനസ്സിന് എന്ത് തരണം, 1,00,000 രൂപ പിന്നീട് തരണം, പിന്നീട് എപ്പോഴെങ്കിലും തരും. അപ്പോൾ ഇവിടെ ഇയാളെ നമ്മൾ പറയുന്ന ടേമാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഈ 5 ഏത് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് പഠിക്കണം. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, അസറ്റ് തന്നെയാണ്. കാരണം ഇയാൾ നമുക്ക് പൈസ തരാനുണ്ട്, എപ്പോഴാണെങ്കിലും നമുക്ക് പൈസ കിട്ടും. അതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയും, സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് നേരെ ഓപ്പോസിറ്റാണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് അനിലിൻ്റെ കാര്യം തന്നെ എടുക്കാം. അനിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുന്നു, നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ പോയി വാങ്ങുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, നമ്മൾ കടം പറയുന്നു. അപ്പോൾ നമ്മൾ കടം പറയുമ്പോൾ 1,00,000 രൂപ നമ്മൾ പിന്നീട് തരാമെന്ന് അനിലിൻ്റെ അടുത്ത് പറഞ്ഞാൽ, ഈ അനിലാണ് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്ത്,
സൺട്രി ക്രെഡിറ്റർ. ഓക്കെ, അപ്പോൾ സൺട്രി ഡെപ്റ്ററും സൺട്രി ക്രെഡിറ്ററും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കടത്തിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ടേമാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും. സാധനം നമ്മൾ കടത്തിന് വിറ്റാൽ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് പിന്നീട് വാങ്ങണം. കടത്തിന് വിൽക്കുമ്പോൾ ആ കസ്റ്റമർ നമുക്ക് ഡെപ്റ്ററും, നമ്മൾ കടത്തിന് ഒരാളുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ അത് സൺട്രി ക്രെഡിറ്ററുമാകും. അപ്പോൾ സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺട്രി ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റിയാണ്. കാരണം ബാധ്യതയാണ്. നമ്മൾ ഈ 1,00,000 രൂപ പിന്നീട് അയാൾക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ അതൊരു ബാധ്യതയാണെന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അതേപോലെ തന്നെ ലോൺ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ലോൺ എന്ത് തന്നെയാണ്? ലൈബിലിറ്റി തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ക്യാപിറ്റലിൽ ഞാനിവിടെ ക്യാപിറ്റൽ എഴുതിയപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഓണർ കൊണ്ടുവരുന്ന ക്യാഷിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് അസറ്റ് കാണും. അസറ്റ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ, മെഷീനറി, ബിൽഡിംഗ്, ഇങ്ങനത്തെ അസറ്റുകൾ കാണും. ഇങ്ങനത്തെ അസറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകൾ, മെഷീനറി, ഫർണിച്ചർ, എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫർണിച്ചർ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു ഫർണിച്ചറിൻ്റെ വാല്യൂ, ഓക്കെ, അതിൻ്റെ വില കുറഞ്ഞു വരുന്നതിനെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഓരോ വർഷം ചെല്ലും തോറും എന്ത് സംഭവിക്കും? അസറ്റിൻ്റെ വാല്യൂ നമുക്ക് കുറഞ്ഞു വരും. നമ്മൾ വാങ്ങിയ വില ആയിരിക്കത്തില്ല നമുക്ക് എന്ത് ചെയ്യുന്നത്? വിൽക്കുമ്പോൾ കിട്ടുന്നത്. അതിനെ ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്രീസിയേഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ ഡിപ്രീസിയേഷനായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനായിട്ട് നമുക്ക് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പോയി കണ്ടു നോക്കി പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് വേറെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഡിപ്രീസിയേഷൻ, അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം പഠിച്ചു വെച്ചിരിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എക്സ്പെൻസിനെ അവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻസുകൾ വരും. അപ്പോൾ എന്താണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും? അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ സാധനം വാങ്ങുന്നു. ഇപ്പോൾ എനിക്കൊരു പലചരക്ക് കടയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു തുണിക്കടയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള തുണികൾ എന്ത് ചെയ്യും? ഹോൾസെയിലായിട്ട് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരും. ആ വാങ്ങിക്കുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കുക. പർച്ചേസ് വാങ്ങുക, സെയിൽ വിൽക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ, അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും, സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും പറയും. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നും, സെയിൽ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എക്സ്പെൻസിനെ നമ്മൾ എന്തെന്നും പറയും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും നമ്മൾ പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ, നമ്മൾ സാധനം വാങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ ആ സാധനം നിർമ്മിക്കാനായിട്ട് എന്ത് കാണും? ആളുകൾ കാണും. ആ ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി പൈസ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൂട്ടാം. കാരണം നമ്മുടെ സാധനം നമ്മുടെ കമ്പനിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിലവാണ്. അതേപോലെ തന്നെ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? വണ്ടിയിൽ കയറ്റി നമ്മളെ കടയിലേക്ക് സാധനം കൊണ്ടുവരുന്നു. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, പർച്ചേസ് ചെയ്ത സമയത്തുണ്ടാകുന്ന ചാർജ്, അതെന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ ഈ സാധനം നമ്മുടെ കടയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പരസ്യം ചെയ്യുന്നത് സാധനം വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതായതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഓക്കെ, അത് അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് വരുന്നത് എന്താണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ എക്സ്പെൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു, പിന്നീട് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് പഠിച്ചു, പിന്നീട് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പഠിച്ചു. ഇനി എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയാം. ഞാനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫിൻ്റെ പേര് രാഹുൽ എന്നാണെന്ന് വിചാരിക്കുക. രാഹുൽ എന്നാണ് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ പേര്. ഇയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ 10,000 രൂപ കൊടുക്കും. എല്ലാ മാസം 1-ാം തീയതി നമ്മൾ എന്ത് കൊടുക്കും? 10,000 രൂപ കൊടുക്കും. എല്ലാ മാസം 1-ാം തീയതി 10,000 രൂപ കൊടുക്കും. ഈ മാസം ഇന്നിപ്പോൾ 20-ാം തീയതി ആയി, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം, ഇന്നിപ്പോൾ ജനുവരിയാണ്, അല്ലെങ്കിൽ പോട്ടെ ഇന്നിപ്പോൾ ഫെബ്രുവരി ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഫെബ്രുവരിയാണ്. ജനുവരിയിൽ നമ്മൾ എന്ത് ചെയ്തില്ല? ഇയാൾക്ക് സാലറി കൊടുത്തിട്ടില്ല. ജനുവരിയിൽ ഇയാൾ ജോലി ചെയ്തു, പക്ഷേ നമ്മൾ സാലറി കൊടുത്തിട്ടില്ല. സാലറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എക്സ്പെൻസ് ആണ്. കാരണം നമ്മൾ പൈസ കൊടുക്കുന്നത് എക്സ്പെൻസ് ആണ്.
അപ്പോൾ സാലറി കൊടുത്തില്ല, ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസയാണ്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, ഇയാൾ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ എന്തായിട്ട് കാണിക്കും? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. അതായത് കൊടുക്കാനുണ്ട്, കണക്ക് നോക്കിയാൽ കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല, അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ലൈബിലിറ്റിയാണ്. കാരണം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, എപ്പോഴായാലും കൊടുത്തേ പറ്റൂ. അപ്പോൾ അത് ലൈബിലിറ്റിയാണ്, നമുക്കൊരു ബാധ്യതയാണ്, കൊടുക്കണം. അതേപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്ത്? സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അതായത് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻ്റാണ്, എക്സ്പെൻസാണ്, നമുക്ക് കൊടുക്കാനുണ്ട്, ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അതാണ് ഔട്ട്സ്റ്റാൻഡിങ്. അടുത്ത എക്സ്പെൻസ് അത് വീണ്ടും വരുന്നു, പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്? തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുക്കുക. പ്രീപെയ്ഡ് എന്ന് വെച്ചാൽ മുൻകൂട്ടി കൊടുക്കുക. പെയ്ഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി കൊടുക്കുക. അതായത് സാലറിയുടെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. സാലറിയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എംപ്ലോയി, ഇപ്പോൾ അജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ബിസിനസ്സിലെ സ്റ്റാഫാണ്. ഇയാൾക്ക് ശമ്പളം 10,000 രൂപയാണ്. അപ്പോൾ ജനുവരി 1-ാം തീയതി ഞാൻ ഇയാൾക്ക് 10,000 രൂപ കൊടുത്തു. ആ മാസത്തെ ശമ്പളം ഞാൻ കൊടുത്തു, 1-ാം തീയതി കൊടുത്തു. 15-ാം തീയതി ആയപ്പോൾ ഇയാൾ വീണ്ടും വന്നിട്ട് പറയുന്നു ഇയാൾക്ക് 5,000 രൂപ അഡ്വാൻസ് വേണം, അടുത്ത മാസത്തെ സാലറി അഡ്വാൻസ് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അഡ്വാൻസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മളെന്താണ്? പ്രീപെയ്ഡ് ആണ്, അതായത് മുൻകൂട്ടി കൊടുക്കുന്നു. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റെൻറ്റ്, നമ്മൾ വാടകയ്ക്കാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ കട നമ്മൾ വാടകയ്ക്കാണ് ആ ബിൽഡിംഗ് എടുത്തിരിക്കുന്നത്. 10,000 രൂപയാണ് വാടക. ഞാൻ എന്ത് ചെയ്തു? ഒരു 6 മാസത്തെ വാടക, ഒരു 60,000 രൂപ ഞാൻ കൊടുത്തു. വരുന്ന 6 മാസത്തെ വാടക, ഓക്കെ, ഇനി വരാനുള്ള 6 മാസത്തെ വാടക ഞാൻ നേരത്തെ മുൻകൂട്ടി കൊടുത്തു. മുൻകൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക അസറ്റാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. കാരണം നമ്മൾ മുൻകൂട്ടി കൊടുത്തു, ഇനി നമുക്ക് അടുത്ത മാസം കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് നമുക്കിത് ഒരു അസറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമുക്കൊരു അസറ്റായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അഡ്വാൻസ് സാലറിയുടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ എക്സാമ്പിളിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത്, ഇത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കാണുക. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ റെൻറ്റിൻ്റെ കാര്യം മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇതാണ് പ്രീപെയ്ഡ് സാലറി അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും മാറിപ്പോകരുത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനുണ്ട്, പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കതൊരു ലയബിലിറ്റി, ബാധ്യതയാണ്, എപ്പോഴാണെങ്കിലും കൊടുത്തേ പറ്റൂ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കൊടുത്തു, ഇനി നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്കൊരു അസറ്റാണ്. അത്രയേ ഉള്ളൂ കാര്യം. അതേപോലെ തന്നെയാണ് പ്രീപെയ്ഡ് സാലറി. പ്രീപെയ്ഡ് സാലറി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പ്രീപെയ്ഡ് സാലറി ഒരാൾക്ക്, നമ്മുടെ ഒരു സ്റ്റാഫിന് സാലറി എന്ത് ചെയ്തു? മുൻകൂട്ടി കൊടുത്തു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് പ്രീപെയ്ഡ്, മുൻകൂട്ടി കൊടുത്തു. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അതൊരു അസറ്റാണ്. അയാൾക്ക് അടുത്ത മാസം കുറച്ച് പൈസ കൊടുത്താൽ മതി. 5,000 രൂപ അഡ്വാൻസ് കൊടുത്തെങ്കിൽ ബാലൻസ് 5,000 രൂപ എന്ത് ചെയ്താൽ മതി? അടുത്ത മാസം കൊടുത്താൽ മതി. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ് പ്രീപെയ്ഡ് സാലറി എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ് സാലറിയും വേജസും തമ്മിൽ എന്ത് ചെയ്യും? മാറിപ്പോവും. സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും എന്ത് തന്നെയാണ്? നമ്മൾ ഈ 5 ഗ്രൂപ്പിൽ പറഞ്ഞ എക്സ്പെൻസ് തന്നെയാണ്. സാലറി ആണെങ്കിലും വേജസ് ആണെങ്കിലും എന്ത് തന്നെയാണ്? എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാലറി അല്ലെങ്കിൽ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്നാണ് ചോദ്യം. ഓർത്ത് വെച്ചിരിക്കുക, നമ്മുടെ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ എന്തെന്ന് പറയും? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കൊടുക്കുന്നു. ഡെയിലി നമ്മുടെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് നമ്മുടേത്. ഡെയിലി കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോലിക്കാർ വരും. അവർക്ക് ഡെയിലി നമ്മൾ എന്ത് ചെയ്യും? ശമ്പളം കൊടുക്കും. ആ ഡെയിലി കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നും സാലറി എന്ന് പറയുന്നത് നമ്മൾ മാസം തോറും കൊടുക്കുന്നതാണ്, എല്ലാ മാസവും കൊടുക്കുന്നതാണ് ജോലി ചെയ്യുന്നതിന്. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും. അപ്പോൾ സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും വേജസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കമ്മീഷൻ തന്നെ നമുക്ക് ചിലപ്പോൾ കമ്മീഷൻ കിട്ടും, കമ്മീഷൻ നമ്മൾ കൊടുക്കും. അപ്പം കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കമ്മീഷൻ ഞാനിവിടെ എഴുതാം. കമ്മീഷൻ ഒരു 10,000 രൂപ നമുക്ക് കിട്ടി, റിസീവ്ഡ്. കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻകമാണ്.
കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻകമാണ്, വരുമാനമാണ്. അതേപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ്, നമ്മൾ കമ്മീഷൻ ഒരാൾക്ക് കൊടുത്തു, 20,000 രൂപ കമ്മീഷൻ കൊടുത്തു. 20,000 രൂപ കമ്മീഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പെൻസാണ്. കമ്മീഷൻ കിട്ടുന്നത് ഇൻകം, കമ്മീഷൻ കൊടുക്കുന്നത് എക്സ്പെൻസ്. അത്രയേ ഉള്ളൂ കമ്മീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റെൻറ്റ് നമ്മൾ ചിലപ്പോൾ റെൻറ്റ് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും നമ്മുടെ ബിൽഡിംഗ് എടുത്തിരിക്കുന്നത്, നമ്മുടെ കട. അതിൻ്റെ റെൻറ്റ് നമ്മൾ മാസം തോറും കൊടുക്കും. അത് എക്സ്പെൻസാണ്. അതേസമയം നമ്മൾക്ക് വേറെ ചിലപ്പോൾ റെൻറ്റൊക്കെ കാണും, വേറെ ബിൽഡിങ്ങൊക്കെ കാണും സ്വന്തമായിട്ട്. അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? നമുക്ക് ഇങ്ങോട്ട് വാടക തരും. റെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് കാണിക്കണം? ഇൻകമായിട്ട് കാണിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ, പൈസ കിട്ടിയാൽ നമുക്ക് ഇൻകം, പൈസ കൊടുത്താലും നമുക്ക് എന്ത്? എക്സ്പെൻസ്. ഇനി അതേപോലെ തന്നെ നമ്മൾ സാലറി, വേജസ് പറഞ്ഞതുപോലെ ഡൗട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഓഫീസ് റെൻറ്റും ഫാക്ടറി റെൻറ്റ്. ഓഫീസ് റെൻ്റ് ആണെങ്കിലും ഫാക്ടറി റെൻ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ കൊടുക്കുന്നതായതുകൊണ്ട് ഇത് നമുക്ക് ഒരു എക്സ്പെൻസ് ആണെന്ന് നമുക്കറിയാം. ചോദ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ഏത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതെന്നുള്ളതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇത് മാത്രം മനസ്സിൽ വെച്ചിരിക്കുക. പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടേത്. അപ്പോൾ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാരെ വെച്ചിട്ടുണ്ട്. ഡെയിലി നമ്മൾ ശമ്പളം കൊടുക്കും. അത് നമുക്ക് വേജസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫാക്ടറി വേണം. ഈ ഫാക്ടറിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത വരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഫാക്ടറി റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കണം. ഫാക്ടറി റെൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓഫീസ് റെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ്, നമ്മുടെ നോർമൽ ഓഫീസ്, അത് എന്തായിട്ട് പരിഗണിക്കുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യാതിരിക്കുക? മാറിപ്പോവാതിരിക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ. ഞാൻ നേരത്തെ അനിലിൻ്റെയും ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അനിലിൻ്റെയും രാഹുലിൻ്റെയും എക്സാമ്പിൾ പറഞ്ഞതുപോലെ നമ്മൾ സാധനം കടത്തിന് വാങ്ങിയാൽ അത് ക്രെഡിറ്റ് പർച്ചേസ് ആവും. നമ്മൾ സാധനം കടത്തിന് വിറ്റാൽ അതെന്താവും? ക്രെഡിറ്റ് സെയിലാവും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ടോപ്പിക്കാണ് അക്കൗണ്ട്സ് പേയബിളും അതേപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിളും. അക്കൗണ്ട്സ് പേയബിളും അക്കൗണ്ട്സ് റിസീവബിളും. ഇപ്പോൾ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് അനിലെന്ന് പറയുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഒരു 1,00,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഓക്കെ, 1,00,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ അനിലെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് സൺട്രി ക്രെഡിറ്ററാണ്. നമ്മൾ കൊടുക്കാനുള്ള ആളാണ്, ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്, സൺട്രി ക്രെഡിറ്റർ എന്ന് പറയും. ആ ഒരു ആൾക്കാർ, ഇപ്പോൾ അനിലുണ്ട്, അതേപോലെ തന്നെ രാഹുലുണ്ട്, അജിത്തുണ്ട്, ഇവർക്ക് 3 പേർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് 3 പേരെയും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഈ 3 പേരുടെയും പേര് പറയാം, പൈസ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ഹെഡിനെ നമ്മൾ പറയുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ. നമ്മൾ പൈസ കൊടുക്കാനുള്ളവരുടെ അക്കൗണ്ട്സ്, അതാണ് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള ആളുകൾ, കടത്തിന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയ ആളുകൾ കാണും, നമ്മൾ കടത്തിന് സെയിൽ ചെയ്ത ആളുകൾ കാണും, അവർ നമുക്ക് പൈസ തരാനുണ്ട്. അവരെ നമ്മൾ സൺട്രി ഡെപ്റ്റർ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. അവരെ നമ്മൾ ഒരു ഹെഡായിട്ട് എന്തെന്ന് പറയും? അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയും. അപ്പോൾ അക്കൗണ്ട്സ് റിസീവബിളും മനസ്സിലായി, അക്കൗണ്ട്സ് പേയബിളും നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വരുന്നത് ഫർണിച്ചർ മെഷീനറി. ഫർണിച്ചർ മെഷീനറി നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? അസറ്റാണ്. ഫർണിച്ചർ മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ്. അത്രയേ ഉള്ളൂ അത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പർച്ചേസ് റിട്ടേൺ, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും. പർച്ചേസ് നമ്മൾ പഠിച്ചു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പെൻസ് ആണെന്ന് പഠിച്ചു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു സാധനം അനിലെന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു 5 കമ്പ്യൂട്ടർ വാങ്ങുന്നു. ഒരു കമ്പ്യൂട്ടറിൻ്റെ വില 10,000 രൂപ. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൻ്റെ വില 10,000 രൂപ. ടോട്ടൽ 50,000 രൂപയ്ക്ക് കമ്പ്യൂട്ടർ ഞാൻ അനിലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നു. അപ്പോൾ ഞാൻ 50,000 രൂപ കൊടുത്താണ് ഈ കമ്പ്യൂട്ടർ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? പർച്ചേസ് 50,000 രൂപയാണ്. കാരണം 50,000 രൂപയ്ക്കുള്ള സാധനമാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ എൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ 2 കമ്പ്യൂട്ടർ ഡാമേജ് ആണ്. അപ്പോൾ ഈ 2 കമ്പ്യൂട്ടർ ഞാൻ എന്ത് ചെയ്യും? റിട്ടേൺ അയക്കും അനിലിൻ്റെ സ്ഥാപനത്തിലേക്ക്. അനിലിൻ്റെ എവിടെ നിന്നാണോ നമ്മൾ മേടിച്ചത് അവിടത്തേക്ക് എന്ത് ചെയ്യും? റിട്ടേൺ അങ്ങ് അയച്ചു കൊടുക്കും.
അപ്പോൾ രണ്ടെണ്ണം റിട്ടേൺ ആയി, 20,000 രൂപയുടെ സാധനം റിട്ടേൺ ആയി. ആ റിട്ടേണിനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? സെയിൽസ് റിട്ടേൺ. നമ്മൾ അനിലിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്നു. കസ്റ്റമറുടെ പേര് രാഹുലിനെ നമ്മൾ എന്ത് ചെയ്തു? 5 മൊബൈൽ ഫോൺ വിൽക്കുന്നു. 5 മൊബൈൽ ഫോൺ വിറ്റിട്ട് പിറ്റേ ദിവസം രാഹുൽ തിരിച്ച് വരുന്നു. ഇതിൽ ഒരു മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്തു? തിരിച്ച് തന്നു. നമുക്ക് ഇങ്ങോട്ട് കിട്ടി. വിറ്റ സാധനം തിരിച്ച് റിട്ടേൺ വന്നു. സെയിൽസ് റിട്ടേൺ. നമ്മൾ വാങ്ങിച്ച സാധനം തിരിച്ച് അവർക്ക് റിട്ടേൺ കൊടുത്തു. അതാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ മനസ്സിലായി, അതേപോലെ തന്നെ സെയിൽസ് റിട്ടേൺ മനസ്സിലായി. നെക്സ്റ്റ് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നെക്സ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? ഡ്രോയിങ്സ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പഠിച്ച കാര്യം ഓർമ്മ വേണം. ക്യാപിറ്റൽ എന്താണെന്നുള്ള കാര്യം ഓർമ്മ വേണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണറുടെ പേര് ആരോമൽ. ഓക്കെ, ആരോമൽ നമ്മുടെ ബിസിനസ്സിലേക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നു. ബിസിനസ്സിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ആരോമൽ കൊണ്ടുവന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഈ എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പഠിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ആരോമൽ എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ഓണർ എന്ത് ചെയ്യുന്നു? ഈ 1 ലക്ഷത്തിൽ നിന്നും ഒരു 20,000 രൂപ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഓക്കെ, ഒരു 20,000 രൂപ എടുത്തുകൊണ്ട് പോയി. എന്തിനാണ് എടുത്തുകൊണ്ട് പോയത്? ഈ നമ്മുടെ ആരോമലിൻ്റെ മകൻ്റെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് 20,000 രൂപ എടുത്തുകൊണ്ട് പോയി. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. ഓക്കെ, അതായത് ഓണർ എന്ത് ചെയ്യുന്നു? പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി, വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്നും പൈസ കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. ഇനി ഇയാൾ ഈ 20,000 രൂപ കൊണ്ടുപോയത് നമ്മുടെ ബിസിനസ്സിലേക്ക് സാധനം വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. പേഴ്സണലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയതെങ്കിൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. കാരണം നമ്മുടെ ബിസിനസ്സും ഓണറും രണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നത്? ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കുന്നത്. ഇതിനെ ഡുവൽ കൺസെപ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ ഇതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഡ്രോയിങ്സും കഴിഞ്ഞു. നെക്സ്റ്റ് എഴുതിയിട്ടുള്ളത് റീകൺസിലേഷനൊക്കെ ഒരുപാട് ചോദിച്ച് കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് റീകൺസിലേഷൻ. ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാറുണ്ട്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വരുന്ന റീകൺസിലേഷൻ എന്ന് പറയുന്നത് ബാങ്ക് റീകൺസിലേഷനാണ്. ഓക്കെ, ബാങ്ക് റീകൺസിലേഷൻ. നമ്മുടെ ബാങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബാങ്കുണ്ട്. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് SBIയുടെ ബാങ്കുണ്ട്. അപ്പോൾ SBIയുടെ ബാങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, നമ്മുടെ ക്യാഷ് ബുക്ക് ഉണ്ട്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്ക്, നമ്മൾ ഡെയിലി നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ബുക്ക്, അതിൽ 1 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, മാസം ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാങ്കിൽ കാണിക്കുന്നത് 1,20,000. അതേപോലെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത് 1 ലക്ഷം. അപ്പോൾ അവിടെ വേരിയേഷൻ വന്നു, 20,000 രൂപയുടെ വേരിയേഷൻ വന്നു. ഈ 20,000 രൂപയുടെ വേരിയേഷൻ എങ്ങനെ വന്നു അത് കണ്ടുപിടിക്കുന്നതിനും അതേപോലെ തന്നെ ആ ഒരു വേരിയേഷൻ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും ഇത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നും എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇതിനൊരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു നിർത്താം. ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഇതെൻ്റെ ക്യാഷ് ബുക്കാണ്. ഓക്കെ, ക്യാഷ് ബുക്കാണ്. ഇത് SBIയുടെ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കാണ്. SBI ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകാർക്കുള്ള പാസ്ബുക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ പോയിട്ട് 10,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്കിൽ 10,000 രൂപ വന്നു. ബാങ്കുകാർക്ക് അറിയാം ഞാനിപ്പോൾ ബാങ്കിൽ 10,000 രൂപ ഇട്ടിട്ടുണ്ടെന്ന്. ബാങ്കുകാർ എന്ത് ചെയ്തു? 10,000 രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. ഞാനും എന്ത് ചെയ്തു? 10,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഈ 10,000 രൂപ ബാങ്കിലുണ്ടെന്ന് പറഞ്ഞ് ഞാനും റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇവിടെ തമ്മിൽ വേറൊരു വേരിയേഷൻ വന്നിട്ടില്ല, കാരണം രണ്ടും സെയിം ആണ്. ഞാൻ ബാങ്കിൽ നിന്നും പോയിട്ട് ചെക്ക് കൊടുത്തിട്ട് ഞാനൊരു 2,000 രൂപ പിൻവലിച്ചു. 2,000 രൂപ എടുത്തു, ബാങ്കിൽ നിന്ന് 2,000 രൂപ എടുത്തു. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് 8,000 ഉണ്ടെന്ന് ഞാനിവിടെ എഴുതി വെച്ചു. ബാങ്കുകാർക്കും അറിയാം എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപയുള്ളൂ, എൻ്റെ ബാങ്കിൽ 8,000 രൂപയുള്ളൂ. ഇവിടെയും തമ്മിൽ വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഒരു സ്റ്റാഫുണ്ട്. സ്റ്റാഫിന് സാലറി ഞാൻ എന്ത് ചെയ്തു? ഒരു 3,000 രൂപ സാലറി കൊടുത്തു. ഈ 3,000 രൂപ സാലറി ഞാൻ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ ചെക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ട് 3,000 രൂപ കുറഞ്ഞെന്നും പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ബാലൻസ് എത്ര? 5,000 രൂപ. പക്ഷേ ബാങ്കിൽ എത്ര തന്നെ ആയിരിക്കും? 8,000 തന്നെയായിരിക്കും. അതായത് ബാങ്കിൽ ഇപ്പോൾ ഉള്ള എമൗണ്ട് 8,000, ക്യാഷ് ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എത്ര? 5,000. 3,000 രൂപയുടെ ഡിഫറൻസ് വന്നതിൻ്റെ കാരണം ഈ കൊടുത്ത ചെക്ക്
നമ്മുടെ സ്റ്റാഫ് എപ്പോഴാണോ ബാങ്കിൽ കൊണ്ടുപോയി പൈസ എടുക്കുന്നത് അപ്പോൾ മാത്രമേ ബാങ്കിൽ നിന്നും എന്ത് കുറയൂ, 3000 രൂപ കുറയും. നമുക്കതറിയത്തില്ല, നമ്മൾ 3000 രൂപ കുറഞ്ഞെന്നും പറഞ്ഞ് എഴുതി വെച്ചു, പക്ഷേ ഇയാൾ ബാങ്കിൽ പോയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്ന ഒരു കാര്യം പ്രോഫിറ്റ് ലോസ് നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. നമുക്ക് ബിസിനസ്സിലേക്കുള്ള ലാഭത്തിനെ പ്രോഫിറ്റ് എന്നും നഷ്ടമാണെങ്കിൽ അതിനെ ലോസ് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ്. പ്രോഫിറ്റ് ലോസ് എന്താണ് നമ്മൾ പഠിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്, എന്താണ് ഗ്രോസ് ലോസ്? അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, ഒരു 10,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യുന്നു. ഈ 10,000 രൂപയുടെ സാധനം വാങ്ങിയിട്ട് ഞാൻ ഈ ഒരു സാധനത്തിനെ സെയിൽ ചെയ്യുന്നു. ഓക്കെ, സെയിൽസ് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 20,000 രൂപയ്ക്ക് വിൽക്കുന്നു. 20,000 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കിട്ടിയ ലാഭം 10,000. ഈ ലാഭത്തിനെ ഞാൻ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയും. കാരണം പർച്ചേസും സെയിലും ചെയ്ത് മാത്രം കിട്ടിയ പ്രോഫിറ്റിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും, പർച്ചേസും സെയിലും ചെയ്തതിലൂടെ നമുക്ക് കിട്ടിയത് ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് എന്നും പറയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് കൂടി പരിഗണിക്കണം? ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ ഇവിടെ വേജസ് ഉണ്ടെങ്കിൽ, വേജസ് 5,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേജസ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൂട്ടണം. അതായത് 10,000 പ്ലസ് വേജസ് 5,000, 15,000 രൂപയ്ക്കാണ് നമുക്ക് ചിലവായത്, 20,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടൂ? 5,000 കിട്ടൂ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് എക്സ്പെൻസ് കൂടി കാരണം ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പഠിപ്പിച്ചു, പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ എന്തെന്ന് പറയും? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഗ്രോസ് ലോസ് നമ്മൾ പഠിച്ചു, റീകൺസിലേഷൻ പഠിച്ചു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. ഓക്കെ.